സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് നമ്മുടെ വീഡിയോസ് വേണമെങ്കിൽ AI ട്രെയിനിങ്ങിന് വേണ്ടി വിട്ടുകൊടുക്കാം, അതിനുള്ള പെർമിഷൻ കൊടുക്കാമെന്ന്. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, ഇത് കൊടുത്തത് കൊണ്ട് എന്താണ് ക്രിയേറ്റേഴ്സിനുള്ളത് എന്ന് താങ്കൾ പറഞ്ഞില്ല. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഇത് കൊടുത്താൽ പ്രത്യേകിച്ച് യാതൊരു ഗുണവും ക്രിയേറ്റർക്ക് ഉണ്ടെന്നോ ഇല്ലെന്നോ യൂട്യൂബ് പറയുന്നില്ല. അപ്പോൾ യൂട്യൂബ് പറയാത്തൊരു കാര്യം നമുക്ക് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറയാണ്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലേ നിങ്ങളുടെ ചാനലിലേക്ക് ആളുകൾ വരുള്ളൂ. ചാനലിലേക്ക് റെഗുലറായിട്ട് ആളുകൾ വരണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഉപദേശമാണ് കേട്ടോ, ചാനലിലേക്ക് എപ്പോഴും ആളുകൾ വരണമെങ്കിൽ ആളുകൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ വീഡിയോ ചെയ്യണമെന്ന്. അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിന് അവിടെ തന്നെ ഞാൻ നന്ദി, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. എന്താ മറുപടി? ഞാൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പെർമിഷൻ കൊടുക്കുന്നതിലൂടെ ഗുണമുണ്ടെന്നോ ഇല്ലെന്നോ യൂട്യൂബ് പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ കൊടുക്കാതിരിക്കാം. ഇനി കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റുഡിയോ സെറ്റിങ്സിൽ വന്നുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വെക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഫുള്ളായിട്ട് വീഡിയോ സശ്രദ്ധം വാച്ച് ചെയ്യാതെ എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ടിട്ട് ഇയാളാരാ ഇത് പറയാൻ എന്ന രൂപത്തിൽ അങ്ങ് എന്താ ആളുകൾ. അപ്പോൾ ആളുകളെ നന്നാക്കാനൊന്നും ബഹുജനം പലവിധം എന്നാണ്. നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റില്ല. പലരും പലതരത്തിലുള്ള സ്വഭാവവും ആറ്റിറ്റ്യൂഡും ഒക്കെ ഉള്ള ആളുകളാണ്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ആർക്കപ്പം ഇതൊക്കെ വായിച്ച് അർത്ഥം മനസ്സിലാക്കാത്ത ആളുകൾ ആരാണുള്ളത്? എന്തൊക്കെയാണ്? എന്തെങ്കിലും ആവട്ടെ, ഈ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ എത്ര മിനിറ്റ് ദൈർഘ്യം വേണമെന്നാണ്. അപ്പോൾ തുടക്കത്തിലുള്ള ആളുകളൊക്കെ 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ, നിങ്ങളുടെ ചാനലിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കൂടുതൽ നീട്ടിപ്പരത്തി പറയാതെ ഒരു 3 മിനിറ്റിനുള്ളിൽ 4 മിനിറ്റിനുള്ളിൽ മാക്സിമം പോയാൽ 5 മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും അഭികാമ്യം. ഒരു മോണിറ്റൈസേഷൻ ആയ ഒരു ചാനലിൽ മോണിറ്റൈസേഷൻ ആയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. മോണിറ്റൈസേഷൻ ആയ ആളുകൾ മിനിമം ഒരു 8 മിനിറ്റെങ്കിലും വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ടാണ് 8 മിനിറ്റിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം, 8 മിനിറ്റ് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മോണിറ്റൈസേഷൻ എനേബിൾ ആക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ആഡ് വരും, ഒരു പരസ്യം ഇടും. അതുപോലെ തന്നെ വീഡിയോയുടെ എൻഡ് ആകുമ്പോഴേക്കും ഒരു പരസ്യം ഇടും. അപ്പോൾ 2 പരസ്യത്തിൽ കാര്യം കഴിഞ്ഞു. നേരെ മറിച്ച് 8 മിനിറ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വീഡിയോയുടെ മധ്യഭാഗത്തായി ഒരു 1-2 ആഡ് യൂട്യൂബ് ഇടും. അതുപോലെ തന്നെ അവസാനത്തിലും 1-2 ആഡ് ഇടും. അത് വീഡിയോയുടെ പോപ്പുലാരിറ്റിയും വീഡിയോ എത്രമാത്രം ഷെയർ ചെയ്യപ്പെടുന്നു അതിനൊക്കെ അനുസരിച്ചിരിക്കും അങ്ങനെ വീഡിയോയിൽ ആഡ്സ് കാണിക്കുന്നത്. അപ്പോൾ എന്തു തന്നെ ആയാലും നമ്മൾ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്ന സന്ദർഭത്തിൽ ലെങ്ത് കൂടിയ, അതായത് 8 മിനിറ്റോ 8 മിനിറ്റിൽ കൂടുതലോ ഉള്ള വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ്സ് കാണിക്കാൻ യൂട്യൂബിന് കഴിയും. യൂട്യൂബിന് കൂടുതൽ ആഡ്സ് കാണിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരുമാനം കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വരുമാനം എവിടെ നിന്നാണ് വരുന്നത്? യൂട്യൂബ് ആഡ്സ് ഇട്ട് ആ ആഡ്സിൽ നിന്ന് യൂട്യൂബിനൊരു വരുമാനം കിട്ടുന്നു. ആ യൂട്യൂബിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, മോണിറ്റൈസ്ഡ് ആയ എല്ലാവരും 8 മിനിറ്റോ 8 മിനിറ്റിൽ കൂടുതലോ ഉള്ള
വീഡിയോസ് ചെയ്യുക. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഒന്നിൽ കൂടുതൽ ആഡ്സ് നിങ്ങളുടെ വീഡിയോയിൽ യൂട്യൂബ് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ലഭിക്കും. അപ്പോൾ യൂട്യൂബിൽ വരുമാനം ലഭിക്കണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ നിരന്തരം വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. അപ്പോൾ ചാനൽ മോണിറ്റൈസേഷൻ ആയ സ്ഥിതിക്ക് നിങ്ങൾ ചെയ്യുന്ന വീഡിയോകളെല്ലാം തന്നെ 8 മിനിറ്റും 8 മിനിറ്റിൽ കൂടുതലുമുള്ളതാണെങ്കിൽ ധാരാളം ആഡ്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആഡ്സ് യൂട്യൂബിൽ വരുന്നതിലൂടെ നിങ്ങൾക്ക് വരുമാനം കൂടുതൽ കിട്ടും. നേരെ മറിച്ച് തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ അവർ 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയുള്ള ലോങ് വീഡിയോസ് ചെയ്യുക. ധാരാളം ഷോർട്ട് വീഡിയോസും ചെയ്യുക. ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നതിലൂടെ ധാരാളം നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. അതുപോലെ തന്നെ വ്യൂസ് ധാരാളം കിട്ടി കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് കൊണ്ടാണ് അത്തരത്തിൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൊറിസോണ്ടലായിട്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞാലും വെർട്ടിക്കലായിട്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞാലും എന്താണ് വ്യത്യാസം. വെർട്ടിക്കലായിട്ട് ചെയ്യുന്ന വീഡിയോകൾ 3 മിനിറ്റോ 3 മിനിറ്റിൽ കുറവോ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഷോർട്സിലാണ് ഇപ്പോൾ പരിഗണിക്കുക. ഷോർട്സിലെ വാച്ച് ടൈം നിങ്ങളുടെ 4000 വാച്ച് അവറിലേക്ക് പരിഗണിക്കപ്പെടുകയില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാര്യവും നിങ്ങൾ ഓർമ്മയിലുണ്ടാവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പലരും പറഞ്ഞു തരുന്നുണ്ടാവും, പക്ഷേ ചിലർക്ക് ഇത് മനസ്സിലാവുന്നില്ല, ചിലർക്ക് മനസ്സിലായ ആളുകൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകുന്നു, അല്ലാത്തവർ വീണ്ടും പഴയ പോലെ തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വീഡിയോ ഇടയ്ക്ക് ഇട്ട് പിന്നെ ഇടാതെ കുറേ കഴിഞ്ഞ് പിന്നെ ഇട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാനൽ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ചാനലിനെ നശിപ്പിക്കുന്നതും നമ്മൾ തന്നെയാണ്. ചാനലിനെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യും എങ്ങനെയും. യൂട്യൂബിന് എന്താണ്, ഒരാൾ ചാനൽ തുടങ്ങി അയാൾക്ക് വരുമാനം കിട്ടുമോ എന്നുള്ള കുശുമ്പും ഒന്നും യൂട്യൂബിനില്ല. അത് ആളുകൾ തമ്മിൽ മാത്രമാണ് ഈ കുശുമ്പും അതുപോലെ തന്നെ കലഹമൊക്കെ ഉള്ളത്. നമ്മുടെ വീഡിയോസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് യൂട്യൂബിനുള്ളത്. യൂട്യൂബിന് നമ്മളോട് യാതൊരു തരത്തിലുള്ള വെറുപ്പുമില്ല. പക്ഷേ നമ്മൾ വീഡിയോസ് നിരന്തരം ചെയ്തില്ല എങ്കിൽ നമ്മുടെ വീഡിയോസിന് വ്യൂ കുറയുകയും നമ്മുടെ ചാനലിലേക്ക് പിന്നെ ആളുകൾ ആകർഷിക്കാതിരിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ചാനൽ ഒരു തകർച്ചയുടെ പാതയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നിരന്തരം അലേർട്ടായിരിക്കുക, നിരന്തരം ആക്റ്റീവായിട്ട് തുടരുക. അത് ഏതൊരു പ്ലാറ്റ്ഫോമും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്നവരായാലും നിങ്ങൾക്ക് ഇതേ അവസ്ഥ തന്നെയാണ്. നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ യൂട്യൂബിന് വേണ്ടി ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്കും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന പോലെ ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ വൈറലാവുന്നത് ഫേസ്ബുക്കിലാകാം. അപ്പോൾ ഫേസ്ബുക്കിലൂടെയും നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെയും വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ ഒരു വീഡിയോ കൊണ്ട് തന്നെ 2 സ്ഥലത്തിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം നേടാം. താങ്ക് യു ഫോർ വാച്ചിങ്.